അപ്പുറത്തെ റൂമിൽ എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് അറിഞ്ഞപ്പോഴേ ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അവിടെ ബ്രിഞ്ചാൾ കൊണ്ട് എന്തോ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. ഇപ്പൊ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യമാണെങ്കിലും എന്റെ രീതിയിൽ ഞാനും പറഞ്ഞു തരാന്ന് വിചാരിച്ചു. നെറ്റിലുള്ളത് കൊണ്ട് തന്നെ എല്ലാ പരീക്ഷണവും കൃത്യമായി നടക്കുന്നുണ്ട്. വഴുതണങ്ങയ്ക്കകത്ത് വേണ്ട മസാല എല്ലാം കൂടി ചേർത്തങ്ങ് വെക്കുക. നിങ്ങൾ ഇവിടെ ഉപ്പ്, മുളക്, കുരുമുളക്, കറി മസാല, ചിക്കൻ മസാല, മഞ്ഞപ്പൊടി എല്ലാം വാരിയിട്ട് പിന്നെ അത് വറുത്ത് മാറ്റി വെച്ചിട്ട് മസാല എല്ലാം തേച്ച് വെച്ച് വഴുതണങ്ങ 2 റെസിപ്പിയാണ് ആക്കുന്നത്, ഒരു റെസിപ്പി മാത്രമല്ല. പിന്നെ ഞങ്ങൾ കെറ്റിൽ കഴുകാനൊന്നും നിന്നില്ല, അതേ കെറ്റിൽ തന്നെ കടുക് വറുത്ത് ഉള്ളിയും വഴറ്റിയെടുക്കും. അതിനകത്തും കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് വഴറ്റിയെടുത്തത്. ഇത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് തൈരാണ്. ഹോസ്റ്റലിൽ നിന്ന് തൈരായതുകൊണ്ട് ഞങ്ങൾക്ക് തൈര് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നില്ല. ആ തൈരിനകത്ത് ഞങ്ങൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വഴുതണങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ തൈരിനകത്ത് ഉപ്പ് ചേർക്കണം എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ തൈരിനകത്ത് ഉപ്പും ചേർത്ത് കൊടുക്കും. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഉള്ളി വഴറ്റിയ സാധനം കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈരിന് നല്ല കട്ടിയുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം കുറുകിയിരിക്കുന്നതാണ്. വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ തൈരിനകത്ത് ഒട്ടും വെള്ളം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി ഞങ്ങൾ മാറ്റി വെച്ച വഴുതണങ്ങയ്ക്കകത്ത് വേറൊരു റെസിപ്പിയും കൂടി ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ എണ്ണയ്ക്കകത്ത് ഈ അരിഞ്ഞു വെച്ച ഉള്ളി എല്ലാം കൂടി പറക്കിയിട്ട് ഉപ്പിട്ട് വഴറ്റിയെടുക്കും. പിന്നെ നമ്മൾ ഓൾറെഡി മസാല തേച്ച് വെച്ച് മാറ്റി വെച്ച വഴുതണങ്ങ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പൊടികളൊക്കെ വാരിയിട്ട് കൊടുക്കുക. മസാലപ്പൊടി, മുളക് പൊടിയൊക്കെ വാരിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി 2 കറികളും വെച്ചത് ഞാനല്ല, ഞാൻ വെച്ച കൊളാവുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇതിലോട്ട് ഞാൻ പ്രത്യേകം കൈകാര്യം ചെയ്യാനൊന്നും പോയിട്ടില്ല. ഈ വെച്ച 2 എണ്ണവും വഴുതണങ്ങ വെച്ചോണ്ട് തന്നെ ഉണ്ടാക്കിയത്. വഴുതണങ്ങ കറി, വഴുതണങ്ങ മെഴുക്കുവരട്ടി, മൊത്തം വഴുതണങ്ങ. ഹോസ്റ്റലിലെ കറിയൊന്നും ഒട്ടും കൊള്ളാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചെങ്കിലും ടേസ്റ്റ് ഉള്ള എന്തെങ്കിലും കഴിക്കാൻ പറ്റും. ഞങ്ങൾ വെച്ച 2 സാധനവും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു.